ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയാണ് നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു കൺകെട്ട് എന്ന ഈ സിനിമയെ ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീനിവാസൻ പുള്ളിക്കാരൻ്റെ തൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് ബേസിൽ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഡേറ്റ് കൊടുത്തതെന്നുള്ളൊരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ഒരുപാട് ആൾക്കാർ ഈ തൂമ്പ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടത്. കഴിഞ്ഞ ദിവസവും എനിക്ക് പരിചയമുള്ള ഒരുപാട് ഗ്രൂപ്പുകളിൽ തൂമ്പ ഷോർട്ട് ഫിലിം കാണൂ, ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടു. എനിവേ അത് ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്, അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. സീരിയസ്ലി നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു റൂട്ടിലേക്ക് എത്തിയ ശ്രീനിവാസന് ആദ്യത്തെ കൈയടി. പുള്ളിക്കാരൻ പൊളിച്ചിട്ടുണ്ട് മച്ചാനെ, അടിപൊളി. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഒരു സിനിമയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയൻസിൻ്റെ പൾസ് കറക്റ്റായിട്ട് പിടിച്ചോണം. ആ പൾസിനനുസരിച്ചായിരിക്കും ഈ സിനിമയുടെ ഓരോ മൂവ്മെൻറ്റും. പ്രത്യേകിച്ചും വലിയൊരു ക്രൂവിനെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സിനിമയിലെ ഒരു വലിയ ടീമെന്ന് പറയുന്നത് തന്നെ ഇതിനകത്തെ അഭിനേതാക്കളാണ്. വളരെ കുറച്ച് ആൾക്കാരാണ്, പക്ഷേ ഈ ആൾക്കാരിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു സിനിമ. ഇത്രയും പേരെ കൊണ്ട് തന്നെ ഒരു നോൺ ലീനിയർ സ്റ്റൈലിൽ കഥ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കേസൊന്നും അല്ല കേട്ടോ, അത് പൊളിച്ചിട്ടുണ്ട്. റൈറ്റർ പുള്ളിക്കാരൻ തന്നെയാണ് ശ്രീനിവാസൻ. ഗംഭീര എഴുത്ത് കേട്ടോ, അടിപൊളി. കാരണം ഓഡിയൻസിന് ആ ഒരു ടോണിനനുസരിച്ച് കഥ ഓരോ തരത്തിൽ മാറ്റിമറിച്ച് ഓഡിയൻസിൻ്റെ കൂടെ ഗെയിം കളിക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതെന്തോന്നറിയുന്നത്, ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചേടാ ഇത് വേറെ ലെവലാണല്ലോ, പിന്നൊരു സമയത്ത് വിചാരിക്കും ചേട്ടാ ഇത് കോമഡി പടമാണ്. ഇതിങ്ങനെ എല്ലാ രീതിയിലും നമ്മളെ ഇങ്ങനെ ചുരണ്ടി ഇതിനൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ടോട്ടലി സിനിമ ഭയങ്കരമായിട്ട് എൻഗേജ്ഡ് ആക്കും. എനിവേ സിനിമയുടെ ഡീറ്റെയിൽസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനും ഒരു ഷാപ്പും, ഒരു കൊലപാതകം നടക്കുന്നു, ഈ കൊലപാതകത്തിനെ ചുറ്റിയുള്ള അന്വേഷണം അവിടെ നടക്കുന്നു. ഇത്രയാണ് ഈ കഥയുടെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഷാപ്പിനുള്ളിലെ കുറേ അഭിനേതാക്കളുണ്ട്. ഇവരുടെ ഒരു സിങ്ക്രണൈസേഷൻ ഭയങ്കര രസമാണ്. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, സൗബിൻ ഷാഹിർ, ചാന്ദിനി, അമർനാഥ്, ശബരീഷ് വർമ്മ, ചെമ്പൻ വിനോദ്, ഷെബിൻ ബക്കർ, അങ്ങനെ തുടങ്ങി വളരെ കുറച്ച് ആക്ടേഴ്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഏരിയയാണ് ഈ സിനിമയിലുള്ളത്. സോ ഇത്രയും പേരെ വെച്ചുകൊണ്ട് നോൺ ലീനിയറായിട്ട് കഥ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് പൊളി ലെവലാണ് കേട്ടോ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടി ഇട്ട് തരും, പിന്നെ വേറെ കുറേ രീതിയിലോട്ട് കാര്യങ്ങൾ പോകും, എന്നിട്ട് വീണ്ടും കുറച്ച് സാധനം വാരിയിടും. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരു മൈൻഡ് ഉണ്ടല്ലോ ഗെയിം കളിക്കുന്ന പോലെയാവും. കുറച്ച് നേരം അവിടെ, കുറച്ച് നേരം ഇവിടെ, പിന്നെ അങ്ങോട്ട്, പിന്നെ അവിടെ, ഇങ്ങനെ നമ്മൾ ടോട്ടലി ഇങ്ങനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കും. ഒപ്പം തന്നെ വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകും. ഇതിനൊപ്പം തന്നെ സിറ്റുവേഷണലി കൊണ്ടുപോകുന്ന ചില തമാശകൾ ഭയങ്കര രസമാണ്. അതായത് ഈ സാധാരണയായിട്ടുള്ള വളരെ വളരെ ഇതിലായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ, അവരുടെ ഇടയിലുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ, എത്ര എന്താ പറയുന്ന, അവർ പച്ചയായിട്ട് പല കാര്യങ്ങളെയും പറയും. ആ ഒരു ടൈപ്പ് സംസാരമാണ് ഇതിനകത്ത് ഡയലോഗ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര രസമാണ്. പല ആൾക്കാരും അത് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അതിനൊപ്പം തന്നെ ഈ പോലീസുകാരുടെ ഒരു ആറ്റിറ്റ്യൂഡും, ഈ പോലീസുകാർക്ക് ജനങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡും, ജനങ്ങൾക്ക് പോലീസുകാരോടുള്ളതും ഒക്കെ തിരിച്ചും മറിച്ചും പല രീതിയിലും ഇങ്ങനെ കാണിക്കും. ഇതിനിടയിൽ തന്നെ നമ്മൾ സമകാലികമായിട്ട് കണ്ടുവന്ന പല വാർത്തകളിലെയും ചില ഇൻസിഡൻസിനെ കറക്റ്റായിട്ട് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ ബേസിലിൻ്റെ ക്യാരക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഭയങ്കര പൊളിയാണ്. പുള്ളിയുടെ ഒരു ക്യാരക്ടർ ഒരു എക്സെൻട്രിക്കാണ്, എന്നാൽ ഇങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു ക്യാരക്ടർ അത് പുള്ളിക്കാരൻ ഗംഭീരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. സൗബിൻ ഷാഹിർ പുള്ളിയുടെ ക്യാരക്ടർ ഒരു കാലിന് സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തിയുടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ക്യാരക്ടറിനകത്താണെങ്കിലും പുള്ളി നിന്ന് കറക്റ്റായിട്ട് മീറ്റർ പിടിച്ച് പോയിട്ടുണ്ട്. ചാന്ദിനി അടിപൊളിയാണ് കേട്ടോ. പുള്ളിക്കാരിയുടെ ആ ലുക്ക് വൈസ് പുള്ളിക്കാരിയെ പ്ലേസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും, പുള്ളിക്കാരിയുടെ ആ ഒരു സ്മൈല്, പുള്ളിക്കാരിയുടെ ഡയലോഗ് നറേഷൻസ്, പുള്ളിക്കാരിയുടെ ആ ഒരു പ്രസൻസ് ഒക്കെ ഭയങ്കര ഒരു ഫീലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവരെ കാണുമ്പോഴത്തേക്ക് ഈ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അത് ഈ ഒരു പ്രശ്നമാണോ എന്ന് നമുക്കിങ്ങനെ തോന്നും. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരെ അങ്ങനൊന്നുമല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഓഡിയൻസിൻ്റെ കൂടെ ഗെയിം കളിക്കുന്ന ഒരു രീതിയിലാണ് ശ്രീനിവാസൻ ഇതിനു വേണ്ടിയിട്ട് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതിനെ പകർത്തിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ ഒരു വാം ടോണൊക്കെ കൊടുത്തിട്ട് ആ ടോൺ പിടിച്ചിട്ട് കൊണ്ടുപോകുന്ന ഷൈജു ഖാലിദിൻ്റെ പരിപാടി ഗംഭീരം. സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല, വേറെ ലെവലായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ട് ആ നൈറ്റ് സീക്വൻസൊക്കെ അടിപൊളിയാണ് കേട്ടോ, പൊള്ളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആർട്ട് ടീമിനെ പറയാതിരിക്കാൻ പറ്റില്ല. സ്റ്റണ്ട് കൊറിയോഗ്രാഫി പൊളിയാണ്. അതിനകത്ത് കുറച്ച് ആക്ഷൻ സീക്വൻസുകളുണ്ട്, അത് ഗംഭീരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്ലാനിങ്, അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്ന ഒരു രീതി സെറ്റപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്.
ഇതിനെ ആ ഒരു ചേസ് സീനുണ്ട്, ആ സീനിനെയൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്തു വെച്ചിരിക്കുന്നത് വേറെ ലെവലാണ്. അത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെ കയറി അങ്ങനെ കയറി, ആ പ്ലാനിങ് ഉണ്ടല്ലോ അത് പക്ക വേറെ ലെവലാണ്. ആ വിഷ്വൽസ്, ആ സീൻ നിങ്ങൾക്ക് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇവന്മാർ ഇത് എങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചത്. നമ്മുടെ മൈൻഡിൽ നമുക്കിങ്ങനെ തോന്നുമല്ലോ. ഇതിൻ്റെ ഒപ്പം തന്നെ സിറ്റുവേഷനിൽ ഇങ്ങനെ കൊണ്ടുവരുന്ന കുറേ കോമഡികളുണ്ട്. സിനിമ ഇങ്ങനെ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഒരിടത്തൂടെ ഇങ്ങനെ കയറി വന്ന് നമ്മളിങ്ങനെ സീരിയസ് ആണ് ഓക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ചള്ളി അടിച്ചിട്ടുള്ള തമാശകളാണെങ്കിലും നമുക്ക് ചിരി വരുന്ന ചില സാധനങ്ങളുണ്ട്. ചില സാധനങ്ങൾ കൊണ്ടുവന്നങ്ങ് ഇടും. ആ പ്ലേസ് ചെയ്യുന്നത് ചില ഏരിയയിൽ ഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്, ചില ഇടങ്ങളിൽ അതൊത്തില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സാധനങ്ങൾക്കിടയിലും ആ ത്രില്ലിങ് എലമെൻറ്റിൻ്റെ രസം വിടാതെ പക്കയായിട്ടിങ്ങനെ കൊണ്ടുപോയിട്ട് അവസാനം ഓഡിയൻസിന് ഇങ്ങനെ ഒരു ബും ഇങ്ങനെ തരും. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ആ ടൈമിലാണ് നമ്മൾ ഇങ്ങനെ ഷേ എന്നിങ്ങനെ തോന്നിപ്പോവും. എന്നിട്ട് വേറൊരു തരത്തിൽ ഇതിങ്ങനെ കൊണ്ടുവന്ന് നിർത്തും. ശരിക്കും പറഞ്ഞാൽ ഇതിനെ എഴുതി ഇതിനെ പെർഫോം ചെയ്തൊരു രീതി, അതിനൊപ്പം തന്നെ ഇതിൻ്റെ എഡിറ്റിങ്സ് വേറെ ലെവൽ. കാരണം നോൺ ലീനിയർ ആയിട്ടൊരു സ്റ്റോറി ലൈനാണ് പോകുന്നത്. ആ കട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ കുറേ സാധനങ്ങൾ വാരിയിട്ട് വരും, എന്നിട്ട് വീണ്ടും ഇങ്ങനെ കറക്കി തിരിച്ചേക്ക് കൊണ്ടുവരും. ഇതിനെല്ലാം പ്രോപ്പറായിട്ട് ക്രിസ്പി ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അടിപൊളി. ഷെഫീഖ് മുഹമ്മദ് അലിയാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത മച്ചാനെ പൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ വിഷ്ണു വിനയൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേറെ ലെവലാണ്. ഈ പടത്തിൻ്റെ ടോൺ എന്താണോ, ഈ പടത്തിൻ്റെ മൂഡ് എന്താണോ അതിനനുസരിച്ച് ഇങ്ങനെ കയറി ഇങ്ങനെ കൊണ്ടുപോകേണ്ട സാധനമുണ്ട്. അവസാനമൊക്കെ എത്തുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ സീക്വൻസുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ആ ഒരു ബുമ്മിന് ഏറ്റവും കൂടുതൽ ഒരു ഗുമ്മ് തരുന്നത് ആ BGM തന്നെയാണ്. സോ ടോട്ടലി പെർഫോമൻസ് വൈസ് ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി, മറ്റ് ടെക്നിക്കൽ ഏരിയാസ് എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗംഭീര വർക്കാണ്. സോ ഷോർട്ട് ഫിലിമിൽ നിന്ന് ഒരു സിനിമയിലേക്ക് വന്നിട്ട് ഒരു നെഗറ്റീവ്സും നമുക്ക് അത്രയധികം തോന്നിപ്പിക്കാതെ ഓഡിയൻസിനെ കറക്റ്റായിട്ട് അവൻ്റെ പൾസ് അറിഞ്ഞ് ത്രൂ ഔട്ട് ഒരു ത്രില്ലർ മൂവി, ഒരു ഫൺ ജോണറിൽ, അതിനൊപ്പം തന്നെ പക്ക സീരിയസ് ലെവലിലും കൊണ്ടുപോയിട്ടുള്ള ഈ ഒരു പരിപാടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിവേ ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. അഭിപ്രായങ്ങൾ വ്യക്തിപരം. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിനകത്ത് വരുന്ന വീഡിയോസും റിവ്യൂസും ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള വിമർശനങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും